കാശ്മീരിലെ ദാൽ തടാകത്തിന് നടുവിലൊരു ചെറുതുരുത്ത്. ഈ ചെറുതുരുത്തിലൊരു ഗ്രാമമുണ്ട്. കഥ പറയാം. ശ്രീനഗറിലെ ദാൽ തടാകത്തിന് നടുവിൽ വളരെ ചെറിയ ചില ദ്വീപുകളുണ്ട്. വെറും 5-6 വീടുകൾ മാത്രമുള്ള ചെറു ഗ്രാമങ്ങൾ. സൂര്യൻ അസ്തമിച്ചു തുടങ്ങിയ മനോഹരമായൊരു സായാഹ്നത്തിലാണ് ഞാനും കുടുംബവും ഇവിടെ എത്തുന്നത്. ദാൽ തടാകത്തിലെ കാഴ്ചകൾ ആസ്വദിച്ച് ഷിക്കാറയിൽ ഏകദേശം അരമണിക്കൂർ സഞ്ചരിച്ചു വേണം ഗ്രാമത്തിലെത്തിച്ചേരാൻ. അസ്തമയ സൂര്യൻ തടാകത്തിനൊരു സ്വർണ്ണ നിറം നൽകുന്നു. കാഴ്ചകൾക്കതുവഴി ഇരട്ടി മധുരം കൈവരുന്നു. ദൂരെ കാണുന്നതാണ് ഗ്രാമങ്ങൾ. അവിടേക്കാണ് ഈ ഷിക്കാറകൾ ശാന്തമായി ഒഴുകുന്നത്. തുരുത്തുകൾക്ക് മുമ്പിൽ ഷിക്കാറകൾക്കായി പ്രത്യേകം പാർക്കിംഗ് സ്പേസുകളുണ്ട്. ഓരോ വീട്ടിലേക്കും പ്രത്യേകം കവാടങ്ങളും പാതകളുമുണ്ട്. തുരുത്തിലെ ഒരു വീട്ടിലേക്കുള്ള വഴി ഇങ്ങനെയാണ്. ഇവിടെ അവരുടെ വഞ്ചി നിർത്തി ഈ മരവാതിലും തുറന്ന് ഈ മരപ്പാലവും കടന്നെത്തണം. മനോഹരമായൊരു ഗ്രാമം, കുറേ നല്ല മനുഷ്യരും. അന്തരീക്ഷത്തിന് നല്ല തണുപ്പുണ്ട്. കനലുകൾ നിറച്ചൊരു കാങ്കിടി നൽകിയാണ് ഗ്രാമീണർ ഞങ്ങളെ സ്വീകരിച്ചത്. പ്രൗഢമായ വീടുകളാണ്. പലതും 3 നിലകളുണ്ട്. ചില വീടുകൾ തടാകത്തിൽ തന്നെ മരക്കഷ്ണങ്ങളിൽ ഉയർത്തി നിർത്തിയിരിക്കുന്നു. ഫെബ്രുവരി 2-ാം വാരമായിരുന്നു ഈ യാത്ര. മഞ്ഞു വീണ് പൂർണ്ണമായും വെള്ളപുതച്ചിരുന്ന സ്ഥലങ്ങളായിരുന്നു ഇവയെല്ലാം. അടുത്ത മഞ്ഞുവീഴ്ചയ്ക്ക് മുമ്പത്തെ നീണ്ട ഇടവേളയിൽ അതെല്ലാം ഉരുകിയൊലിച്ചിരിക്കുന്നു. ഗ്രാമീണരുടെ സ്നേഹത്തിൽ ചാലിച്ച ചെറിയൊരു ചായ സൽക്കാരം. ചൂടുചായയും കശ്മീരി പലഹാരങ്ങളും പിന്നെ ഒരു കാങ്കിടിയും. ഗംഭീരം. സൂര്യൻ അസ്തമിച്ചിരിക്കുന്നു. ദാൽ തടാകത്തിന് മറ്റൊരു സൗന്ദര്യം കൈവന്നിരിക്കുന്നു. തടാകത്തിന് നടുവിലെ കച്ചവടങ്ങൾ സജീവമാകുന്നു. അനേകം ജീവിതങ്ങൾ പുലരുന്നു. 4 ഭാഗങ്ങളും വെള്ളത്താൽ ചുറ്റപ്പെട്ടൊരു ഗ്രാമവും അവിടെ കുറേ മനുഷ്യരും സ്വസ്ഥമായി ജീവിക്കുന്നു. അവരുടെ വാഹനങ്ങൾ ഈ ചെറുവഞ്ചികളും ഷിക്കാറകളുമാണ്. നമ്മുടെ രാജ്യത്ത് എന്തോരം വ്യത്യസ്തതകളാണ്. വീണ്ടും കാണാം.